കടലില് മത്സ്യലഭ്യത വളരെ കുറവാണ്. പഴയ കാലഘട്ടം മാതിരിയല്ല. കടലില് ഈ പല സംഭവങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഭൂമിയിൽ. ഏറ്റവും കൂടുതൽ ഈ മത്സ്യത്തൊഴിൽ 90% ആൾക്കാരും ഈ ജോലി ഇല്ലെങ്കിൽ ഈ ജോലിനെ മാത്രം ആശ്രയിച്ച് നിൽക്കുന്നതാണ്. വേറെ പുറത്ത് പോയിട്ട് വേറൊരു ജോലി അങ്ങനെ എടുക്കണതായിട്ട് കണ്ടിട്ടില്ല. അപൂർവ ആൾക്കാർ. പിന്നെ ഈ ഒഴിവ് സമയങ്ങൾ വരുന്ന സമയത്ത്, ഈ പണിയില്ലാത്ത സമയം വരുമ്പോൾ ഇതിന്റെ അറ്റകുറ്റപ്പണികൾ തീർക്കലാണ് പൊതുവെ. അന്നേരം ഈ തന്നെ പട്ടിണി തന്നെ. ആ സമയങ്ങളിലാണ് ഈ സ്വർണ്ണങ്ങളൊക്കെ കൊണ്ടുപോയി വെക്കലും അതായിട്ടാണ് മുന്നോട്ട് പോകല്. കടലിൽ ഈ മണ്ണ് താഴ്ന്ന് ഇങ്ങനെ ഇളകിക്കൊണ്ടിരിക്കണേ, മണ്ണിങ്ങനെ ഇളകിക്കൊണ്ടിരിക്കണേ. ഈ സാധാരണ ഈ നോർമലായിട്ട് കിടക്കുന്ന സമയങ്ങളിൽ കടലിൽ പല സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. അതിനനുസരിച്ച് ഈ മണ്ണുകൾ ഇളകിയിട്ട് അതിൽ ഇങ്ങനെ പൊന്തിയിട്ട് വന്നിട്ട് അതിൻ്റെ അകത്ത് വല കോരുമ്പോൾ വല പൊട്ടിപ്പോകും. അത് കൂടുതൽ ഈ ഭൂമിന്റെ അടിയിൽ നിന്നാണ് പല സംഭവങ്ങൾ നടക്കുന്നുണ്ട് കടലിൽ. അപ്പൊ നമ്മൾ സാധാരണ ഒരു സമയത്ത് അവിടെ പോയി പണിയെടുക്കും, പിറ്റേ ദിവസം പോയി കഴിഞ്ഞാൽ ആ രീതിയിലായിരിക്കില്ല ആ കടലിൽ അവിടെ സംഭവിക്കണം. അങ്ങനെ പല മാറ്റങ്ങളും കടലിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ ഒരുപാട് കേടുപാടുകൾ സംഭവിക്കാം. ഒരുപാട് വലകളൊക്കെ, ലക്ഷക്കണക്കിന് റുപ്യന്റെ വലകളൊക്കെ നഷ്ടപ്പെട്ടു. നമ്മൾക്ക് പറയാം, ഇപ്പൊ നമുക്ക് ഈ കടലിൽ പോകുമ്പോൾ നമുക്ക് ഈ ഏരിയയിൽ ഇത്ര മാറല് അല്ലെങ്കിൽ നമുക്ക് ഒരുവിധം കണക്കുണ്ട്. നമുക്ക് നോക്കിയാൽ ഇതൊക്കെ മനസ്സിലാക്കാൻ പറ്റും. അത് ഇന്ന ഏരിയയാണ്, ഇവിടെ കല്ലില്ല പാറല്ല എന്ന് പറയുന്ന ഒരുപാട് ഏരിയകളുണ്ട്. ആ ഏരിയയിൽ ഞങ്ങൾക്ക് ശരിക്കും വലയിടാം. അവിടെ വലയിടുന്ന സമയത്ത് ഞങ്ങൾക്ക് ഈ വലയുടെ കംപ്ലൈന്റുകൾ സംഭവിക്കാം. അപ്പൊ കടലിൽ ഒരുപാട് സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കും. അങ്ങനെ പല പ്രശ്നങ്ങളും തരണം ചെയ്തിട്ട് ഇത് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഇപ്പോൾ ഒരു ദിവസത്തെ ചെലവ് തന്നെ 50,000 അടുത്ത് ചെലവ് വരും ഒരു ബോട്ട് കടലിൽ പോകണമെങ്കിൽ. ശരി, ഇതിൽ കൂടുതൽ വിദേശ കപ്പലുകളൊക്കെയാണ് ഈ കടലിന്റെ ഉൾക്കടലിൽ വന്നിട്ട് പണിയെടുത്ത് പോകുന്നത്. അതിൽ വലിയ വലിയ മീനുകളൊക്കെ അവർ കൊണ്ടുപോകണേ. ഇപ്പോൾ കരിമണൽ ഖനനം എന്ന് പറഞ്ഞിട്ട് ഒരു സംവിധാനം ഇപ്പോൾ വരുന്നുണ്ട്. അത് പിന്നെ മത്സ്യത്തൊഴിലാളികളെ ചൂഷണം ചെയ്യുകയാണ് ചെയ്യുന്നത്.